പെങ്ങൾ ആങ്ങളാണ്. അത് അവരാദ്യം നിശ്ചയിക്കട്ടെ അല്ലേ? കല്യാണിക്കുട്ടിയമ്മ വരെ ചോദ്യം ചെയ്തിട്ടില്ല. അപ്പൊ ആങ്ങളെയും പെങ്ങളും ആണോ എന്ന് അവര് തങ്ങളിൽ തീരുമാനിക്കട്ടെ. കറക്റ്റാ, ജനങ്ങൾക്ക് മനസ്സിലായി. ഒരു അപൂർവതയുണ്ട്. സഹോദരനും സഹോദരിയും രണ്ട് ചേരിയിൽ നിന്നിട്ടാണ് പിന്നെ തെരഞ്ഞെടുപ്പിന് നേരിടുന്നത്. സഹോദരൻ സ്ഥാനാർത്ഥിയും സഹോദരി സുരേഷേട്ടൻ്റെ ഒപ്പമാണ്. എങ്ങനെയാണ് ആ ഒരു പ്രത്യേകിച്ച് ആ കുടുംബമായിട്ട് അടുത്ത ബന്ധം ഉണ്ടായിരുന്ന ആളാണ്? എന്റെ രാഷ്ട്രീയ നേതൃത്വം ഡൽഹിയിലിരുന്ന് ആയമ്മ അവിടെ അവരുടെ ഇഷ്ടാനുസരണം ചെന്ന് ആരും വന്ന് വിളിച്ചുകൊണ്ട് പോയതല്ല. അവരുടെ ഇഷ്ടം രേഖപ്പെടുത്തി അവരെ നിരാകരിച്ചില്ല, അവരെ സ്വീകരിച്ചു. അവരെ എന്റെ നേതാക്കൾ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വീകാര്യമായിരിക്കും. നമ്മൾ എത്ര വർഷമായി കാണാൻ അല്ല, അപ്പൊ സ്വാഭാവികമായിട്ട് അത്തരത്തിലുള്ള കെ മുരളീധരനൊന്നും പിന്നെ അത്തരമൊരു ഭീഷണി ഉയർത്തില്ല അല്ലെ? ഞാൻ എന്തിനാ അതൊക്കെ പറയുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ജനങ്ങളിലേക്കാണ്. അവരും ജനങ്ങളിലേക്കാവട്ടെ. എല്ലാ സ്ഥാനാർത്ഥികളും ജനങ്ങളിലേക്ക് ചെല്ലട്ടെ. ഞാൻ ആ ജോലി ചെയ്തു. കൂടി എളുപ്പം പ്രതാപനായിരുന്നു. അത് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ തന്നെ ഞാൻ വിചാരിക്കുന്നത്. ആർക്കും അവകാശമില്ലേ? ജനാധിപത്യമല്ലേ അല്ലേ? രാഹുൽ ഗാന്ധിക്കും വന്നിക്കാമല്ലോ അല്ലേ? ആർക്കും വേണേ വന്നിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ജയിപ്പിക്കാനും തോൽപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം ജനങ്ങൾക്കുണ്ട്. കഴിഞ്ഞ ദിവസം ക്ലാരിറ്റി വരുത്തിയതാണ്. പത്മജ ഗുണപാന്റെ വിഷയത്തിൽ ക്ലാരിറ്റി വരുത്തിയതാണ്. അത്തരത്തിലുള്ള വാർത്തകളും പ്രചരിച്ചിരുന്നു. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ ചോദിച്ചു. എന്തെങ്കിലും പറയണമെങ്കിൽ നമുക്ക് ഇത് ഒരു ജനാധിപത്യത്തിന്റെ ഫ്രം ദ ഹോഴ്സസ് മൗത്ത്, ഇറ്റ് സ്ട്രൈറ്റ് ഫ്രം ദ ഹോഴ്സസ് മൗത്ത് എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി. ഞാൻ ആ റെസ്പോൺസിബിലിറ്റി എവിടെയെങ്കിലും തെറ്റിച്ചു. ഈ കഴിഞ്ഞ തവണ ഈ ചില മണ്ഡലങ്ങളിൽ പാട്ടും പാടി ജയിക്കുന്ന ഒരു പ്രയോഗം ഉണ്ടായിരുന്നു. ഇത്തവണ ഏറ്റവും ട്രെൻഡിങ് ആയത് STയുടെ ഡാൻസ് ആണ്. എല്ലാം നിങ്ങൾ തന്നെ സൃഷ്ടിക്കുന്നതാണ്. നിങ്ങളെന്ന് പറഞ്ഞ മീഡിയ അല്ല, ജനപക്ഷത്തു നിന്ന് വരുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ പാട്ട് പാടാൻ ആവശ്യപ്പെട്ടു, പാട്ട് പാടി അല്ല. പാട്ടുപാടി ജയിച്ചോ തോറ്റോ എന്നുള്ളതല്ല പ്രധാനം. വിഷയങ്ങൾ ചർച്ച ചെയ്യും.